ഹായ്, ഡ്രീം ഇറ്റ്, ബിലീവ് ഇറ്റ്, ഡു ഇറ്റ്. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിലെ പാഷൻ കണ്ടെത്തി ഡെസ്റ്റിനി തീരുമാനിച്ച് ആ ഡെസ്റ്റിനിയിൽ എത്താനുള്ള വഴികളും ഫോർമുലാസും ടിപ്സും സ്റ്റോറീസുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമുക്ക് ഒരു പുതിയ സ്റ്റോറിയുമായി തുടങ്ങാം. അജയനും വിജയനും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ഏകദേശം സാധാരണ കുടുംബത്തിൽ ജനിച്ച രണ്ട് വ്യക്തികൾ. നോർമൽ എഡ്യൂക്കേഷൻ ലഭിച്ചു. അതിനുശേഷം അവര് ജീവിതത്തിൽ എത്താനുള്ള വഴികൾ, ജോലിയോ മറ്റോ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഏതൊരാൾക്കും എന്തെങ്കിലും ഐഡിയ ലഭിച്ചാൽ മറ്റ് സുഹൃത്തിനോട് പറയും. അജയന് എന്തെങ്കിലും ഐഡിയ ലഭിച്ചാൽ അത് വിജയന് മുമ്പിൽ അവതരിപ്പിക്കും. വിജയൻ അതിൻ്റെ നെഗറ്റീവ് സൈഡ് മാത്രം കണ്ടുകൊണ്ട് അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തും. ഇതുപോലെ തന്നെയാണ് വിജയനും എന്തെങ്കിലും ഐഡിയ ലഭിക്കുകയാണെങ്കിൽ അത് അജയന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴും സംഭവം ഇങ്ങനെ തന്നെയാണ്. അതിൻ്റെ ദൂഷ്യവശങ്ങൾ മാത്രം കണ്ട് അതിൽ നിന്ന് പിറകോട്ട് വലിക്കാൻ അജയനും ശ്രമിച്ചു. ഇങ്ങനെ ഏത് സംരംഭമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അത് മറുകക്ഷി അതിൻ്റെ നെഗറ്റീവ് സൈഡ് മാത്രം ബോധ്യപ്പെടുത്തിയപ്പോൾ പിന്നീട് അവർ തീരുമാനമെടുത്തു, ഇനി നമുക്ക് വല്ല ഐഡിയയും കിട്ടുകയാണെങ്കിൽ പരസ്പരം മിണ്ടണ്ട, സ്വന്തമായി അങ്ങോട്ട് ചെയ്താൽ മതി. അങ്ങനെ സുഹൃത്ത് ബന്ധം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവരിൽ രണ്ടുപേരും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി. നല്ല വിശാലമായ എല്ലാ സൗകര്യങ്ങളുള്ള സ്റ്റാർ ഹോട്ടലായിരുന്നു. അവിടെ വെയിറ്റർ ഉണ്ട്. വെയിറ്റർക്ക് ഈ വരുന്ന കസ്റ്റമേഴ്സ് നല്ല എമൗണ്ട് ടിപ്സ് നൽകുന്നുണ്ട്. ഈ ടിപ്സൊക്കെ സാധാരണ ഇതിൽ വെയിറ്റർക്ക് ഉള്ളതാണല്ലോ. ഏതായാലും ഇവരും ടിപ്സ് നൽകി. ടിപ്സ് നൽകാതിരിക്കാൻ പറ്റില്ല, കാരണം ഇവരെ സ്റ്റാറ്റസ് മോശമാണെങ്കിലും സ്റ്റാറ്റസ് ബോധ്യപ്പെടുത്താൻ ഇവരും ടിപ്സ് നൽകി. അങ്ങനെ അവര് പിന്നീട് അവർ കാണാൻ സാധിച്ചില്ല. പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം, ഏകദേശം 10-15 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ പിന്നീട് കണ്ടുമുട്ടുന്നത്. ഇതുപോലുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചാണ് അവർ വീണ്ടും കാണുന്നത്. അവിടെ അജയൻ ആ ഹോട്ടലിലെ വെയിറ്റർ ആയിരുന്നു. വിജയൻ അവിടെ വന്ന കസ്റ്റമർ ആയിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോൾ സന്തോഷം പുതുക്കി. അവരുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവർ, അല്ല വിജയ, നീ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീ ഇവിടെ എത്തി, നിന്റെ അവസ്ഥ എന്തൊക്കെയാണ്? അപ്പോൾ വിജയൻ പറയുക, നമ്മൾ 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലുള്ള ഒരു സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് നീ ഓർക്കുന്നില്ല? ആ ഉണ്ട്. അന്ന് എന്ത് സംഭവിച്ചു നിനക്ക്? ഞാന് അവിടെ വന്ന വെയിറ്റർക്ക് കസ്റ്റമേഴ്സ് ടിപ്സ് കൊടുക്കുന്നതിന് ശ്രദ്ധിച്ചില്ലേ? നല്ല എമൗണ്ട് ആണ് ടിപ്സ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇവർക്ക് ഇത്ര ടിപ്സ് കൊടുക്കാൻ കാശുണ്ടെങ്കിൽ അവര് നല്ലൊരു സാമ്പത്തികത്തിന്റെ ഉടമയായിരിക്കും, അല്ലെങ്കിൽ വല്ല സംരംഭവും ഉണ്ടായിരിക്കും. അങ്ങനെ ഞാന് ആ കസ്റ്റമറെ കോപ്പി അടിച്ചു, അല്ലെങ്കിൽ ഫോളോ ചെയ്തുകൊണ്ട് അതുപോലുള്ള ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തു. ഞാൻ ഇന്ന് ഒരുപാട് ടൂറിസ്റ്റ് റിസോർട്ടിന്റെ ഉടമയാണ്. എനിക്ക് ഇഷ്ടമോളം പൈസയുണ്ട്, എന്തിനും ചെലവാക്കാം. ഞാൻ നിന്നോട് പറയാതിരിക്കാൻ കാരണം, നിന്നോട് പറഞ്ഞാൽ നമ്മൾ മുമ്പ് കുറെ ഐഡിയ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയപ്പോൾ പരസ്പരം പാറ വെച്ച്, അല്ലെങ്കിൽ നെഗറ്റീവ് വശം മാത്രം ചിന്തിച്ച് പിറകോട്ട് വലിച്ചവരാണ്. അതുകൊണ്ട് നിന്നോട് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ഒരുപാട് ടൂറിസ്റ്റ് റിസോർട്ടിന്റെ ഓണറാണ്. ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇങ്ങോട്ട് വന്നതാണ്.
വിജയൻ ചോദിച്ചു, അല്ല നീ എങ്ങനെയാണ് ഇവിടെ വെയിറ്റർ ആയത്? ആ വിജയൻ പറഞ്ഞു, നമ്മൾ കഴിച്ച ഹോട്ടലില് ഒരു വെയിറ്ററെ ശ്രദ്ധിച്ചില്ലേ? ആ വെയിറ്റർക്ക് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ടിപ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ ടിപ്സ് കണക്കൂട്ടി. ഒരു ദിവസം കൂലിക്ക് പുറമെ അയാൾ കിട്ടുന്ന ടിപ്സ് ഞാനും മനസ്സിൽ വിചാരിച്ചു, എനിക്കും ഒരു വെയിറ്റർ ആയ കൊള്ളാം. നിന്നോട് ഞാൻ പറഞ്ഞില്ല, കാരണം നീ അത് മുടക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മൾ അതാണല്ലോ മുൻ പരിചയം. അതുകൊണ്ട് ഞാനൊരു വെയിറ്ററായി. അതാണ് ഞാൻ ഈ വെയിറ്റർ പൊസിഷനിൽ എത്താനുള്ള കാരണം. ഇത് സ്റ്റോറി ആണെങ്കിലും ഇതിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. നമ്മൾ ജീവിതത്തിൽ വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ തൊഴിൽ എല്ലാ മേഖലയിലും ഒരുപാട് ആളുകളെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാസ് പീപ്പിൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തിലൂടെ നമ്മൾ ഫോളോ ചെയ്താൽ അവര് എവിടെയാണ് എത്തി, ആ സിസ്റ്റത്തിൽ തന്നെ നമുക്കും എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് കാരിയർ ഓപ്പർച്യൂണിറ്റി രംഗത്ത് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധാലുക്കളാകണം. നല്ല സിസ്റ്റം ഫോളോ ചെയ്യുക, നല്ല സിസ്റ്റം ഇമിറ്റേറ്റ് ചെയ്യുക, നല്ല സിസ്റ്റം കോപ്പി ചെയ്യുക. ഒരു മാറ്റം ആഗ്രഹിക്കുക. ഇത്തരം മോട്ടിവേഷണൽ ടിപ്സ് ആൻഡ് സ്റ്റോറീസ്, എക്സൈറ്റിംഗ് ടിപ്സുമായി ലഭിക്കാൻ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത്. താങ്ക്സ് ഓൾ.